MKNM ഹയർ സെക്കൻഡറി സ്കൂൾ കുമാരമംഗലം എ ഗ്രേഡ് നേടി. വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും മിമിക്സ് പരേഡ് വേദികളിലൂടെയും ശ്രദ്ധേയനായ ലൂയിസ് മേലുകാവ് പരിശീലിപ്പിച്ച കുമാരമംഗലം സ്കൂളിലെ കുട്ടികളാണ് ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് കഥാപ്രസംഗ മത്സരത്തിനെത്തിയത്. അവർ കൈരളി ന്യൂസിനൊപ്പം അനുഭവങ്ങൾ പങ്കുവച്ചു. 62ാമത് സ്കൂൾ കലോത്സവം കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ ഇടുക്കിയിൽ നിന്ന് എൻ്റെ ഒരു പ്രിയ സുഹൃത്തും ഒപ്പം ആശാനുമാണ് ലൂയിസ് ചേട്ടൻ. അദ്ദേഹം കഥാപ്രസംഗം പഠിപ്പിച്ച കുട്ടികളും കുമാരമംഗലത്തു നിന്നും ഇവിടെ മത്സരിക്കാൻ എത്തിയിട്ടുണ്ട്. ലൂയിസ് ചേട്ടൻ എന്നെ പണ്ട് മിമിക്രി പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ ഞങ്ങൾ ലൂയിസ് ചേട്ടൻ്റെ ശിക്ഷണത്തിൽ ഞാൻ ജില്ലാതലത്തിലൊക്കെ ഒന്ന് മത്സരിച്ചിട്ടുണ്ട് മിമിക്രിക്കൊക്കെ. അദ്ദേഹം ഒരുപാട് ചാനലുകളിലൂടെയും അതുപോലെ തന്നെ വേദികളിലൂടെയും എല്ലാം മിമിക്രി രംഗത്തും ഒക്കെ പ്രമുഖമായ വ്യക്തിത്വം വഹിക്കുന്ന ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ? നല്ല കുട്ടികളാണ്. അവർ പെട്ടെന്ന് പഠിക്കുകയും നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ഒന്നും പറയില്ല, നല്ല കുട്ടികളാണ്. എങ്ങനെ വഴക്കൊക്കെ പറയുമായിരുന്നോ? വഴക്കൊന്നുമില്ല, ഭയങ്കര ഫ്രണ്ട്ലി. ഓക്കെ, ഇന്ന് ഈ കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് തന്നെയാണോ കരുതുന്നത്? തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ. ലൂയിസ് ചേട്ടനെ അടുത്ത് കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാർസിനെ ഒന്ന് ചെയ്യാതെ വിടുന്നത് ശരിയല്ലല്ലോ. ഒരു നമ്മുടെ കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കലോത്സവത്തിൽ നമ്മളല്ല താരങ്ങൾ, ഇവരാണ് ശരിക്കും പറഞ്ഞാൽ താരങ്ങൾ. അതിൽ നമ്മളൊരു പ്രസക്തി ഉണ്ടോ എന്നറിയില്ല. എന്നാലും ജോസിൽ പറഞ്ഞതുകൊണ്ട് ഒരു സിനിമാ താരത്തിൻ്റെ ശബ്ദം അന്ന് അനുകരിക്കാം. മണിയമ്പിള്ള രാജുചേട്ടൻ്റെ ശബ്ദം. ഞാൻ ലാസർ, പാലയിൽ നിന്ന് കൊച്ചിനെ കാണണം, കാപ്പി കുടിക്കണം, പോകണം. 1990 ആണ്ട് പാലക്കാട് സെൻറ്റ് മേരീസ് പള്ളി വെച്ച് നിൻ്റെ കരുതി താലി കെട്ടി എന്നെ നീ ഇറയിലെടുത്തുഷ്ടേ. എൻ്റെ ശമ്പളം കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട്, അല്ല നമ്മുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പടി ഇറങ്ങിയില്ലേടി മല. എൻ്റെ കുഞ്ഞിൻ്റെ പേര് മല. കൊച്ചിൻ്റെ തന്തയായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊച്ചിൻ്റെ പേരും കൂടെ പറയണമായിരുന്നു. ഇത് അണ്ണാന്ന് വിളിച്ച് നാക്കൊണ്ടുവരല്ലോ, വിളിപ്പിക്കരുത് കേട്ടോ, വരട്ടെ. എന്തിനാ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോയത്? ഇത് പെട്ടെന്ന് തീർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മളെ സൗമ്യ ടീച്ചറിനെ മൈൻഡ് ചെയ്യാതിരുന്നത് ശരിയാണോ? കാരണം നല്ലൊരു ഗായിക കൂടിയാണ് ഇവരുടെ കൂടെ വന്ന അധ്യാപിക സൗമ്യ ടീച്ചർ. സൗമ്യ ടീച്ചർ ഒരു പാട്ട് പാടി തന്നെ മുമ്പോട്ട് പോകണം. അതാണ് കൈരളിയുടെ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. എൻ്റെ സൗണ്ട് മുഴുവൻ പോയിരിക്കുകയാണ്. ഞാൻ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട് തളിരാട് കാണിക്കയായി തന്നു. പോരെ, ഇത് ഈ സ്വരം അടഞ്ഞിരിക്കാൻ നമ്മുടെ ജാട കിട്ടുമല്ലേ ടീച്ചർ? ഇത് തീർച്ചയായിട്ടും അതെ അതെ. ഇത്ര ജാടയൊന്നും പാടില്ല ടീച്ചറെ. അപ്പോൾ ഈ കുട്ടികൾ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മളും അതിന് സാക്ഷികളാണ്. ഫസ്റ്റ് എ ഗ്രേഡ് തന്നെ ഇടുക്കിയിലെ കുട്ടികൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.